2008-ൽ യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ മേധാവിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് കാതറിൻ ആഷ്ടൺ ഇറാനിലെത്തുന്നത്. ഇറാൻ പ്രസിഡന്റായി ഹസൻ റുഹാനി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുമായി ക്രിയാത്മകമായ ചർച്ചകൾക്ക് തയ്യാറായിരുന്നു. ഊർജ്ജാവശ്യങ്ങൾക്ക് മാത്രമേ ഇറാന്റെ ആണവ പദ്ധതികൾ ഉപയോഗിക്കൂ എന്നും പുതിയ പദ്ധതികൾ തുടങ്ങില്ലെന്നും ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു. പകരമായി ഇറാനുമേലുള്ള ഉപരോധം ഘട്ടം ഘട്ടമായി നീക്കാമെന്നും ധാരണ ഉണ്ടാക്കിയിരുന്നു. പ്രാബല്യത്തിലുള്ള ഈ കരാറിൽ ചില വിള്ളലുകൾ ഉണ്ടായതിനെ തുടർന്നാണ് കാതറിൻ ആഷ്ടൺ കൂടുതൽ ചർച്ചകൾക്കായി തെഹ്റാനിലെത്തിയത്. On the nuclear issue, and as you know, we've started the talks on what we hope will lead to a final and comprehensive agreement. It will be difficult, there's a lot to do. There have been experts meetings going on in Vienna in these last few days, and they have started to address the detail, to drill down, and we'll meet again in Vienna shortly. But the purpose of this visit was to respond to the invitation of the Foreign Minister in my capacity as the EU High Representative. പ്രസിഡന്റ് ഹസൻ റുഹാനി, പാർലമെന്റ് സ്പീക്കർ അലി ലാരിജാനി, വിദേശകാര്യമന്ത്രി ജവാദ് സാരിഫ് എന്നിവർക്ക് പുറമെ ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തകരുമായും ആഷ്ടൺ കൂടിക്കാഴ്ച നടത്തും. കാതറിൻ ആഷ്ടന്റെ ഇറാനിലേക്കുള്ള വരവും ചർച്ചയും ക്രിയാത്മകമെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.